ഈ കഴക്കൂട്ടം പിന്നെ മണ്ഡലം ഒരു കോൺഗ്രസിൻ്റെ ഒരു വളരെ ഉറച്ചൊരു മണ്ഡലമായിരുന്നു. ഇപ്പോൾ എം വി രാഘവൻ മത്സരിച്ചു എന്ന് പറയുന്നത് എം വി രാഘവൻ അന്ന് യു ഡി എഫിലേക്ക് ഐക്യമുന്നണിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറച്ച സീറ്റ് കൊടുക്കണം എന്ന് കരുണാകരൻ തീരുമാനിക്കുകയും അത് തിരുവനന്തപുരത്ത് ഏറ്റവും വിശ്വസ്തമായ അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് എന്ന നിലയിലാണ് കഴക്കൂട്ടം അന്ന് എം വി രാഘവന് കൊടുക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ആ കഴക്കൂട്ടം അല്ല ഇപ്പോഴത്തെ കഴക്കൂട്ടം. ആ കഴക്കൂട്ടത്തിൽ പല പഞ്ചായത്തുകളൊക്കെ മാറ്റി ഇതൊക്കെ മണ്ഡലത്തിൻ്റെ ചിത്രം തന്നെ പോയി. പഴയ കഴക്കൂട്ടം ആ ടൗൺ മാത്രമാണ് ഇപ്പോൾ പുതിയ കഴക്കൂട്ടത്തിലുള്ളത്. ബാക്കി ഇപ്പുറത്ത് നഗരത്തിലെ കുറേ ഡിവിഷനുകളും ഉള്ളൂര് മുതൽ പട്ടത്തിനിപ്പുറം ഉള്ള സ്ഥലം വരെ ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ കഴക്കൂട്ടം മണ്ഡലം ഉള്ളത്. ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ 28 കോർപ്പറേഷൻ വാർഡുകളുണ്ട്. അതിനകത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ തദ്ദേശ ഇലക്ഷനിൽ 14 പിടിച്ച് BJP കരുത്ത് തെളിയിച്ച് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് പഴയ ഒരു ശക്തി ഈ പുതിയ കഴക്കൂട്ടം മണ്ഡലത്തിലില്ല. കാരണം അവർക്കൊരു 30,000-ന് മുകളിൽ വോട്ട് ഒരു ഇലക്ഷനിലും പിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശശി തരൂർ ജയിച്ചപ്പോൾ പോലും BJPക്ക് പിന്നിൽ 2ാം സ്ഥാനമായിരുന്നു ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ. അപ്പോൾ കഴക്കൂട്ടം ആ തരത്തിലൊരു BJP ഒരു കരുത്ത് തെളിയിച്ച് മുന്നോട്ട് പോകുന്നു. അത് തന്നെയാണ് V മുരളീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും. പക്ഷെ നമ്മൾ മണ്ഡലം എടുത്തു നോക്കിയാൽ ഈ അവിടുത്തെ ഒരു ജാതി സമവാക്യങ്ങൾ BJPക്ക് അത്ര അനുകൂലമല്ല. കാരണം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലം. അവിടെ തീരദേശങ്ങളിലും ന്യൂനപക്ഷങ്ങളുണ്ട്. കഴക്കൂട്ടം ടൗണിലും ന്യൂനപക്ഷമുണ്ട്. അവരാരും BJP പിന്തുണക്കുന്നില്ല. അപ്പം പക്ഷേ BJPക്ക് ഇത്തവണയുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം, ഡാറ്റ ഇതിനേക്കാൾക്കുപരി വ്യക്തിപരമായിട്ടുള്ള ഇമേജുകളാണ്. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന 3 കാൻഡിഡേറ്റ്സിനെ എടുത്താൽ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി, ഇതുവരെ രാഷ്ട്രീയത്തിൽ ഒരു അഴിമതിയുടെ കറയും തന്നിട്ടില്ല. അദ്ദേഹം നെഹ്റു യുവകേന്ദ്രയുടെ കൺവീനറൊക്കെ ആയിരുന്നു. അദ്ദേഹം പല പദവികൾ വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പദവിയിലും അദ്ദേഹത്തിന് ഒരു അഴിമതിയുടെ പ്രതിച്ഛായയില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു വിവാദങ്ങളിലും അകപ്പെട്ടിട്ടില്ല. ശരിയാണ്. അതേസമയം മറ്റ് 2 കാൻഡിഡേറ്റ്സ്, ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കാലത്ത് ഇവിടെ ഭയങ്കര CPMന്റെ നേതാവായിരുന്നെങ്കിലും ഇപ്പോൾ അഴിമതിയിലും ആരോപണങ്ങളിലൊക്കെ മുങ്ങി എല്ലാ ഇമേജും പോയി നിൽക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ മത്സരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എന്നിട്ടും അദ്ദേഹം അവിടെ മത്സരിക്കുക. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം നേരിടുന്നത് V മുരളീധരനേക്കാൾ സ്വന്തം ഇമേജിന്റെ കുഴപ്പമാണ് അദ്ദേഹം ഇപ്പൊ നേരിടുന്നത്. അതിൽ നിന്ന് അദ്ദേഹം എത്ര വോട്ട് പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു ജാതി ആനുകൂല്യവും ഒരു സമുദായ ആനുകൂല്യവും ഒരു രാഷ്ട്രീയ ആനുകൂല്യവും സഹായിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഴക്കൂട്ടത്ത് കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷനിൽ കഴക്കൂട്ടം ഡിവിഷനിലും നല്ലപോലെ, അതായത് 27 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 18 പിടിച്ചിരുന്ന CPMന് ഇത്തവണ 8 മണ്ഡലങ്ങൾ മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത്രയും പിന്നിലേക്ക് പോയി. അതെല്ലാം ഇപ്രാവശ്യം മാനേജ് ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായി പാർട്ടിക്കാർക്ക് തന്നെയുള്ള വിദ്വേഷമാണ് അവിടെ പാർട്ടി തോക്കാനും അങ്ങനെ ഈ കോർപ്പറേഷൻ ഭരണം തന്നെ നഷ്ടപ്പെടാനും സാഹചര്യം. നിലവിലും ആ ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ ആകെ ഇലക്ഷൻ നടന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവിടെ. കാരണം അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർ മറ്റ് സ്ഥാനാർത്ഥികളാണ് പ്രതീക്ഷിച്ചത്. ഇടതുപക്ഷത്തെ പ്രവർത്തകരൊക്കെ തന്നെ അവരത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറയുന്നത് മറ്റൊരു സ്ഥാനാർത്ഥി ആകാമായിരുന്നു, എങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കുമെന്ന് ചിലരൊക്കെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ജനങ്ങൾ അത് എത്രത്തോളം ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ പ്രവർത്തകരുടെ മനസ്സിൽ അതുകൊണ്ട് അവർക്കൊരു ജാള്യതയുണ്ട്. അപ്പോൾ അത് കഴക്കൂട്ടം ഇലക്ഷനിൽ ഇത്തവണ ഒരു പ്രശ്നമാകും. കാരണം വികസനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം ശബരിമല സ്വർണ്ണ കൊള്ള കേസ്, അതിൽ ഈ കടകംപള്ളിയുടെ പേര് ഉയർന്നു വന്നത്, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത്തവണ അവിടെ ഇലക്ഷനിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക. പിന്നെ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ശരത്ചന്ദ്ര പ്രസാദ്, അദ്ദേഹം ഒരു കാലത്ത് വളരെ ഈ സ്റ്റാർ ലീഡറൊക്കെ ആയിരുന്നെങ്കിലും കുറെ കാലമായിട്ട് അദ്ദേഹം പൊതുചിത്രങ്ങളിൽ വളരെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്തവണ അദ്ദേഹം വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ സംഘടനാപരമായിട്ട് ഭയങ്കര ദുർബലമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിപരമായ ബന്ധങ്ങളും പഴയ ഇമേജൊക്കെ വെച്ച് വേണം അദ്ദേഹം വീണ്ടും ഫൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യം മറ്റ് സ്ഥാനാർത്ഥികളെ എങ്ങനെ ബാധിക്കും എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ കടകംപള്ളിയുടെ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇമേജിന്റെ തകർച്ച, പ്രതിച്ഛായ ദോഷം തന്നെയായിരിക്കും ഈ കഴക്കൂട്ടം നിയമസഭാ ഇലക്ഷനിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നതും അവിടുത്തെ വിധി നിർണ്ണയിക്കാനും സാധ്യത.